അപ്പോൾ നമ്മളെ റോസ് കളറിലെ പൂ വിരിഞ്ഞ് കല്യാണ സൗഗന്ധികം. അങ്ങനെ കല്യാണ സൗഗന്ധികം എന്താ റോസ് കളറിൽ വിരിഞ്ഞിട്ടുണ്ട്. ഓക്കേ, നല്ല മണമുണ്ട്. അപ്പം മുള്ളില്ല പൈനാപ്പിൾ. നല്ല ഇതായില്ല, ഒന്നുകൂടെ അവിടെ കിടക്കട്ടെ. വേറെ ഉണ്ട്, നമുക്ക് വേറെ പോയി ഒടിച്ചെടുക്കാം. അത് കുറച്ചുകൂടെ കിടക്കട്ടെ. ബിരിയാണിക്ക് ഇതാ പെരടം നിറഞ്ഞു. തൈകളൊക്കെ ഇഷ്ടം പോലെ പെരടം നിറച്ചായി. ഒരു കട കൊണ്ട് വെച്ചാൽ മതി. ഒരു പപ്പായയിൽ കിടക്കണ കാണ്ട ഒരു ചെറിയ പപ്പായാണ് കേട്ടാ. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണമെങ്കിൽ പപ്പായ ചില്ല് കുഞ്ഞു ചെടിയിലും കായ്ക്കും. അപ്പം നമ്മൾ അമ്പഴങ്ങ ഒടിച്ചെടുക്കാം കേട്ടാ. കുറേ നാളുകൊണ്ട് നിൽക്കണം. ഞാൻ വരുമ്പോഴൊക്കെ എല്ലാം പറിച്ച് തിന്നുന്നേ. അമ്പഴങ്ങ തണ്ടിനൊക്കെ ബലമുണ്ട്. അപ്പം ഇവിടെ ഒരെണ്ണം ഏതാണ്ട് വിളഞ്ഞു, അതും നമുക്ക് ഒടിച്ചെടുക്കാം. വേറെ ഒരെണ്ണം നല്ലപോലെ പഴുത്ത് കിടന്നുണ്ട്. ചെറുതാണ് ചക്ക, ചെറുതാണെങ്കിലും നല്ല മണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയൊക്കെ നമ്മൾ കൈയോടെ തന്നെ ഇവിടെ കുത്തി വെച്ചിട്ട് പോയാൽ മതി. ഇത് നേരത്തെ ഒടിച്ച് ഇതുപോലെയൊക്കെ പഴുത്ത പൈനാപ്പിൾ പറിച്ചപ്പോൾ അതിൻ്റെ മണ്ട ഒടിച്ച് കുത്തിയതാണ് കണ്ടാ. ഇത് അടുത്ത വർഷം കായ്ക്കും. ഇത് വളം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളെ വിളവെടുപ്പ് എങ്ങനെയുണ്ട്? ഇന്നത്തെ വിളവെടുപ്പ് പൂക്കൾ കണ്ട്, അമ്പഴങ്ങ കണ്ട്, പൈനാപ്പിൾ കണ്ട്, ഇനിയുണ്ട് കാഴ്ചകൾ. കുറച്ച് ഇരുമ്പും പുളിയും പറിച്ചു കേട്ടാ. വെള്ള ലില്ലി ചെടിച്ചട്ടിയിലിരുന്നപ്പോൾ ചെറിയ ഇലയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, മണ്ണിലോട്ട് വെച്ചപ്പോൾ വലിയ ഇല വരുന്നു, നല്ല ഭംഗിയുണ്ട്. പ്ലാവിൻ്റെ ചുവട്ടിലിതാ ചക്ക പിടിച്ചിരിക്കണുണ്ടല്ലോ. നേരത്തെ ഒരു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. വേണ്ട, ചുവട്ടിൽ പിടിച്ചിരിക്കണതാണ്. വിളഞ്ഞു വരുന്നുണ്ട് ചക്ക. കണ്ടില്ലേ, ഏറ്റവും ചുവട്ടിലാണ്, വിളഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. കണ്ടല്ലോ, ഏറ്റവും ചുവട്ടിലാണ് ഇരിക്കുന്ന ചക്ക. ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ കുറേ തൈകൾ കൊണ്ടുവച്ചു. ഇപ്പോൾ വിരിഞ്ഞതേ ഉള്ളൂ, വിരിഞ്ഞ് വരണതേ ഉള്ളൂ. മൊട്ട് എന്താണ്? കൃഷ്ണ കിരീടം അല്ലേ? കൃഷ്ണ കിരീടം. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. അപ്പം നമ്മളെ പൈനാപ്പിൾ വീട്ടിലെത്തി. നല്ല മധുരമുള്ള അമ്പഴങ്ങയാണ് കേട്ടോ. നല്ല അതുപോലെ വലിപ്പമുണ്ട്. ബഡ് തൈയാണ്.